നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ കനത്ത പൊടിക്കാറ്റിന്റെ മുന്നറിയിപ്പുകളാണ് പലയിടത്തും നൽകി വരുന്നത്. ഇതിനോടകം തന്നെ നിരവധി പേർ പൊടിക്കാറ്റ് മൂലം ആശുപത്രികളിൽ ചികിത്സ തേടേണ്ട സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോഴത്തെ സൗദിയിലെ വിവിധ മേഖലകളിൽ പൊടിക്കാറ്റും ചൂടുമുള്ള കാലാവസ്ഥ കുറച്ചു ദിവസങ്ങൾ കൂടി തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. റിയാദ്, അൽ ഖസീം, നജ്റാൻ, വടക്കൻ കിഴക്കൻ അതിർത്തി മേഖലകൾ എന്നിവിടങ്ങളിൽ പൊടിക്കാറ്റ് തുടരുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. തബൂക്ക്, അൽജൗഫ് തുടങ്ങിയ മേഖലകളിൽ ഭാഗികമായ അന്തരീക്ഷം മേഘാവൃതമായിരിക്കും. മക്കയിലും ജീസാൻ തീരപ്രദേശങ്ങളിലും പുലർച്ചെ നേരിയ മൂടൽമഞ്ഞുള്ള കാലാവസ്ഥയായിരിക്കും കുറച്ചു ദിവസങ്ങളിൽ പ്രകടമാകുക. ചെങ്കടലിലെ ഭൗമോപരിതല കാറ്റിന്റെ ചലനം വടക്ക് മധ്യമേഖലകളിൽ മണിക്കൂറിൽ 18 മുതൽ 38 വരെ കിലോമീറ്റർ വേഗതയിലായിരിക്കും. പടിഞ്ഞാറൻ തെക്കൻ ഭാഗങ്ങളിൽ മണിക്കൂറിൽ 15 മുതൽ 35 വരെ കിലോമീറ്റർ വേഗത്തിലായിരിക്കും. ചെങ്കടലിൽ തിരമാലയുടെ ഉയരം 1 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉണ്ടാകും. അറേബ്യൻ ഉൾക്കടലിലെ ഉപരിതല കാറ്റിന്റെ ചലനം വടക്ക് പടിഞ്ഞാറ് നിന്ന് വടക്കോട്ട് 20 മുതൽ 40 വരെ കിലോമീറ്റർ വേഗതയിലായിരിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പൊടി നിറഞ്ഞ അന്തരീക്ഷമുള്ള കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്നവർ കൂടുതൽ ജാഗ്രത കൈക്കൊള്ളാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകി. സൗദിയുടെ ചിലയിടങ്ങളിൽ 40 കിലോമീറ്റർ വേഗതയിൽ വെള്ളിയാഴ്ച പൊടിക്കാറ്റ് അടിച്ചുവീശിയതായി റിപ്പോർട്ടുകളുമുണ്ട്. ചിലയിടങ്ങളിൽ ദൂരക്കാഴ്ച 500 മീറ്ററിലും കുറവായിരുന്നതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പൊടിക്കാറ്റിനൊപ്പം തന്നെ നല്ല ഉഷ്ണവും അനുഭവപ്പെട്ടപ്പോൾ പലയിടത്തും യാത്രക്കാർ ഏറെ പ്രയാസപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ശക്തമായ പൊടിക്കാറ്റ് അനുഭവപ്പെടുമ്പോൾ കഴിയുന്നതും വാഹനങ്ങൾ നിരത്തിൽ ഇറക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായി മാസ്ക് ധരിക്കാനും കണ്ണിൽ പൊടി കയറാതിരിക്കാനും ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ദൂരക്കാഴ്ച കുറയുമ്പോൾ മറ്റുള്ള വാഹനങ്ങളുമായി മതിയായ അകലം പാലിച്ച് ഡ്രൈവിംഗിൽ കൂടുതൽ ശ്രദ്ധ വേണം. പൊടിക്കാറ്റുള്ള പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളിലെയും താമസ സ്ഥലങ്ങളിലെയും വാതിലുകളും ജനലുകളും തുറന്നിടാതിരിക്കാനും ശ്രദ്ധിക്കണം. കാറ്റടിച്ചു വീശുന്ന സമയത്ത് കുട്ടികൾ പുറത്തിറങ്ങാതിരിക്കാനും ബാൽക്കണികളിൽ ഇരിക്കുന്നത് ഒഴിവാക്കാനും രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.